ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾക്ക് നീറ്റ് ക്രാക്ക് ചെയ്യണോ? നിങ്ങൾക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന 6 സ്റ്റെപ്പുകൾ അത് മാത്രം മതിയാകും. ഈ 6 സ്റ്റെപ്പുകൾക്കുള്ളിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏവർക്കും നീറ്റ് ക്രാക്ക് ചെയ്യാൻ കഴിയും. എസ്പെഷ്യലി ഇത്തവണ +2 പഠിക്കുന്ന അല്ലെങ്കിൽ ഇത്തവണ റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക്. സോ നമുക്ക് 6 സ്റ്റെപ്പിലേക്ക് പോകാം. എന്തെല്ലാം കാര്യങ്ങളായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. സോ ഹിയർ കംസ് യുവർ സ്റ്റെപ്പ് നമ്പർ 1. ഫസ്റ്റത്തെ കാര്യം, അത് ഏതൊരു വലിയ കാര്യമായിക്കോട്ടെ, ഏതൊരു വലിയ ബിഗ് ടാസ്ക് ആയിക്കോട്ടെ, നമ്മുടെ വലിയ ഡ്രീം ആയിക്കോട്ടെ, ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ചെന്നെത്താൻ പോകുന്ന ആ ഒരു വലിയ പിക്ചർ, അതിൻ്റെ ഒരു ബിഗ് പിക്ചർ നമ്മുടെ മനസ്സിൽ രൂപീകരിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മുന്നിൽ കാണേണ്ടത്, നിങ്ങൾ ഓരോരുത്തരും നീറ്റ് എക്സാം എല്ലാം കഴിഞ്ഞ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുത്ത് നിങ്ങൾ ഡോക്ടറായിട്ട് പഠിച്ചിറങ്ങി അല്ലെങ്കിൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾ എല്ലാവരും 1 മിനിറ്റത്തേക്ക് കണ്ണടച്ച് മനസ്സിൽ കൃത്യമായി കാണുക. നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും അല്ലേ? നിങ്ങളുടെ മനസ്സിൽ തന്നെ നിങ്ങൾ തന്നെ ഒരു ഡോക്ടറായിട്ടിരുന്ന് രോഗികളെ നോക്കുന്നു, ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. വളരെ അടിപൊളിയായിട്ടുള്ള ഒരു പിക്ചറാണ്. ഈ ഒരു പിക്ചർ നിങ്ങളുടെ മനസ്സിൽ കൃത്യമായ രീതിയിൽ ഫോം ചെയ്തെടുക്കാൻ, നിങ്ങൾ നീറ്റ് ക്രാക്ക് ചെയ്ത് നീറ്റിൻ്റെ റിസൾട്ട് വരുന്ന ദിവസം, നീറ്റിൻ്റെ റിസൾട്ട് നിങ്ങൾ പേരൻസിനോട് പറയുന്നത്, നീറ്റിൻ്റെ റിസൾട്ട് നിങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുന്നത്, ആ റിസൾട്ട് അറിഞ്ഞിട്ട് അവർ നിങ്ങളോടുള്ള പെരുമാറ്റം, അതായത് വളരെ നന്നായി മോനെ അല്ലെങ്കിൽ വളരെ നന്നായി മോളെ എന്നുള്ള രീതിയിൽ അവർ നമ്മൾ അഭിനന്ദിക്കുന്ന ആ നിമിഷങ്ങൾ, ആ ഒരു പിക്ചർ കൃത്യമായി മനസ്സിൽ ഫോം ചെയ്യുക എന്നുള്ളതാണ് സ്റ്റെപ്പ് നമ്പർ 1. സോ ഫോം എ ബിഗ് പിക്ചർ ഓഫ് യുവർ സെൽഫ്. നിങ്ങളുടെ ഏറ്റവും വലിയൊരു പിക്ചർ, അത് ഇവിടെ ഞാൻ കാണിച്ചു തരുന്നത് പോലെ കൃത്യമായിട്ടുള്ള ഒരു വൈറ്റ് കോട്ട്, ഒരു സ്റ്റെതസ്കോപ്പ് ഒക്കെ വെച്ചിട്ടുള്ള ആ ഒരു ബിഗ് പിക്ചർ ഫോം ഇറ്റ് നൗ. അതാണ് നിങ്ങളുടെ സ്റ്റെപ്പ് നമ്പർ 1. ആൻഡ് ഹിയർ ഗോസ് യുവർ സ്റ്റെപ്പ് നമ്പർ 2. സ്റ്റെപ്പ് നമ്പർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമുക്കറിയാം നമ്മളിപ്പോൾ കണ്ട ആ ഒരു വലിയ പിക്ചർ അതൊരു മാജിക് വഴി നടക്കുന്ന കാര്യമല്ല. ഇപ്പോൾ നിങ്ങൾ ഡോപ്പയിലേക്ക് വന്നു, ഡോപ്പയിലുള്ള ഡോക്ടേഴ്സ് എല്ലാവരും കൂടി നിങ്ങളുടെ തലയിൽ ഒരു മന്ത്രവടി കൊണ്ട് തൊട്ടു, അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഡോക്ടറായി മാറി. ഒരിക്കലും സംഭവിക്കില്ല. നമുക്കറിയാം അല്ലേ? ഈ സ്റ്റെപ്പ് നമ്പറിൽ 1 നമ്മൾ കണ്ട ആ വലിയ പിക്ചർ ദാറ്റ് ഈസ് ഹാപ്പനിങ് ത്രൂ ഡിഫറെൻറ്റ് സ്റ്റെപ്സ്, ചെറിയ സ്റ്റെപ്പായിട്ട്. അതുകൊണ്ട് നമ്മൾ ആ വലിയ പിക്ചറിനെ അഴിച്ച് ചെറിയ പീസുകളാക്കി നോക്കാൻ പോവാണ്. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം? നമുക്കറിയാം, അങ്ങനെ ഒരു ഡോക്ടർ ആവണമെങ്കിൽ ഒരു മെഡിക്കൽ കോളേജിൽ പഠിക്കണം. ഒരു മെഡിക്കൽ കോളേജിൽ പഠിക്കണമെങ്കിൽ നീറ്റ് എക്സാം പാസ്സാവണം. നീറ്റ് എക്സാം പാസ്സാവണമെങ്കിൽ നമ്മുടെ +1ൻ്റെയും +2ൻ്റെയും സിലബസുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. മാത്രം മതിയോ? പോരാ. +1 സിലബസ് കംപ്ലീറ്റ് ചെയ്ത് +2 സിലബസ് കംപ്ലീറ്റ് ചെയ്ത് മൾട്ടിപ്പിൾ റിവിഷൻസ് കഴിഞ്ഞ് റിവിഷൻ എക്സാംസ് എഴുതി നീറ്റ് എക്സാം എഴുതി അതിൽ സക്സീഡ് ചെയ്താൽ നമുക്ക് അത്തരത്തിലൊരു പിക്ചറിലേക്ക് നമുക്ക് മാറ്റാൻ കഴിയും. സോ നമ്മൾ ആ വലിയ പിക്ചറിനെ കുഞ്ഞു ടാസ്കുകളാക്കി തിരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ടാസ്ക്, രണ്ടാമത്തെ സ്റ്റെപ്പ്. സ്പ്ലിറ്റ് യുവർ ഡ്രീംസ് ഇൻ ടു ഡിഫറെൻറ്റ് സ്റ്റെപ്സ്. സോ +1 ടോപ്പിക്സ് പഠിക്കാനുണ്ട്, +2 ടോപ്പിക്സ് പഠിക്കാനുണ്ട്, മൾട്ടിപ്പിൾ റിവിഷൻസ് ഉണ്ട്, എക്സാംസ് എഴുതി പ്രാക്ടീസ് ചെയ്യാനുണ്ട്, നീറ്റ് എക്സാം എഴുതാനുണ്ട്. അതിനപ്പുറത്താണ് നമ്മൾ ഈ കണ്ട വലിയ പിക്ചർ. സോ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ നമ്മുടെ വലിയ പിക്ചറിനെ കുഞ്ഞു സ്പ്ലിറ്റ് ആയിട്ട് മാറ്റിയിരിക്കുകയാണ്. സോ നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് നമുക്ക് നോക്കിയാലോ? മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം. കാരണം നമ്മൾ നമ്മുടെ വലിയ പിക്ചർ നമ്മൾ സ്റ്റെപ്പ് നമ്പർ 1 കണ്ടുപിടിച്ച് അതിനെ ചെറിയ പാർട്സ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ കുഞ്ഞു പാർട്സിനെ ലോജിക്കലായിട്ടുള്ള ഒരു ഓർഡറിൽ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ആദ്യം തന്നെ ഞാനൊരു ഡോക്ടർ ആവും എന്നുള്ള രീതിയിലുള്ള ആ ലാസ്റ്റിലത്തെ പിക്ചർ എടുത്ത് ഫസ്റ്റിൽ വെച്ച് കഴിഞ്ഞാൽ അത് വർക്കൗട്ട് ആവാൻ പോകുന്നില്ല. അത് നിങ്ങൾക്ക് ഏവർക്കും നല്ല രീതിയിൽ അറിയുന്ന കാര്യമാണ്. സോ എങ്ങനെ നമുക്ക് തുടങ്ങാൻ പറ്റും? നിങ്ങൾക്കറിയാം, നമ്മൾ ആദ്യം +1 പഠിച്ച് +2 പഠിച്ച് പിന്നെ മൾട്ടിപ്പിൾ റിവിഷൻ കഴിഞ്ഞ് നീറ്റ് എക്സാം എഴുതി അതിനുശേഷമാണ് നമ്മുടെ എന്തെഴുതുന്നത് നീറ്റ് എക്സാം എഴുതാൻ പോകുന്നത്. പക്ഷേ ഒരിക്കലും നമുക്ക് അതൊരു ലോജിക്കൽ ഓർഡർ ആണെന്ന് തോന്നില്ല. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ +2 പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് നോക്കാം. +2 പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ആദ്യം +1 പഠിക്കുക, അത് കഴിഞ്ഞിട്ട് +2 പഠിക്കുക എന്നുള്ളത് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. സോ അങ്ങനെയുള്ള കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ബൈ ലോജിക് നമുക്ക് ഈ സാധനം റിവേഴ്സ് ചെയ്യാം, ഉൾട്ടയാക്കി വെക്കാം. അതായത് +2 പഠിക്കുന്ന ഒരു കുട്ടി ആദ്യം ഇപ്പോൾ ഈ ഒരു സമയത്ത് ആദ്യമായി പഠിക്കാൻ പോകുന്നത് +2 ടോപ്പിക്കാണ്. +2ൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നല്ല വൃത്തിയായി പഠിച്ച് +2 എക്സാം എഴുതാൻ പോകുന്നു. അതിനുശേഷം +1 പഠിക്കുന്നു, അതിനുശേഷം ഇത് റിവൈസ് ചെയ്യുന്നു, അതിനുശേഷം മൾട്ടിപ്പിൾ എക്സാംസ് എഴുതുന്നു, അതിനുശേഷം നീറ്റ് എക്സാമിലേക്ക് അവർ പോകുന്നു. സോ ദാറ്റ് മേക്സ് ലോജിക് അല്ലേ? അതൊരു സെൻസ് ഉണ്ടാക്കുന്ന കാര്യമാണ്. സോ ഈ ഒരു പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മൾട്ടിപ്പിൾ പീസിനെ കറക്റ്റായിട്ടുള്ള ലോജിക്കൽ സീക്വൻസിലേക്ക് മാറ്റുക എന്നുള്ളതാണ് 3rd സ്റ്റെപ്പ്. സോ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യുന്ന ലോജിക്കൽ സീക്വൻസ് ആദ്യം +2 പഠിക്കുക, പിന്നെ +1 പഠിക്കുക, അതിനുശേഷം മൾട്ടിപ്പിൾ തവണ റിവൈസ് ചെയ്യുക, നല്ലൊരു എക്സാം സീരീസിലൂടെ കടന്നു പോവുക, അതിനുശേഷം നീറ്റ് എക്സാം എഴുതുക. സോ ദിസ് വിൽ ബി യുവർ സ്റ്റെപ്പ് നമ്പർ 3. ആൻഡ് നമുക്ക് നമ്മുടെ സ്റ്റെപ്പ് നമ്പർ 4ലേക്ക് പോകാം. സ്റ്റെപ്പ് നമ്പർ 4 എന്ന് പറയുന്നത് അതൊരു ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കിപ്പോൾ ഒരു പ്ലാൻ ഉണ്ട്. നമ്മൾ ആദ്യം +2 ആണ് പഠിക്കുക, പിന്നെ +1 ആണ് പഠിക്കുക, പിന്നെ മൾട്ടിപ്പിൾ എക്സാംസ് എഴുതുകയാണ്, റിവൈസ് ചെയ്യുകയാണ്, അതിനുശേഷം നീറ്റ് എക്സാം ആണെന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. ഇതിനൊരു ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്യുക. കാരണം നമ്മളൊരു ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്തില്ല, നമ്മൾ വളരെ സ്ലോ ആയിട്ടാണ് പോകുമെങ്കിൽ നമുക്ക് ഈ വരുന്ന നീറ്റിന് 2022 നീറ്റിന് മുന്നേ ആയിട്ട് ഇത് കവർ ചെയ്യാൻ പറ്റില്ല. സോ നമുക്കൊരു പക്ക ടൈം ടേബിൾ വേണം, പക്ക ടൈം ലൈൻ വേണം. ടൈം ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ +2 പഠിക്കാനുള്ള ആ ഒരു മാർഗ്ഗം, ആ ഒരു ഏരിയ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ
പ്ലസ് ടു എക്സാം വരുന്നത് വരേക്കുള്ള സമയം, അതായത് നിങ്ങളുടെ മാർച്ചിൽ വരുന്ന പ്ലസ് ടു എക്സാം വരേക്കുള്ള സമയത്ത് നമ്മൾ പ്ലസ് ടു കാര്യങ്ങൾ പഠിക്കുക എന്നുള്ള രീതിയിൽ വെക്കുക. അതുവരെ അതിനുള്ളിൽ നമ്മൾ പ്ലസ് ടു മുഴുവൻ തീർക്കുമെന്ന് നമ്മൾ ദൃഢപ്രതിജ്ഞ ചെയ്യുക. അതാണ് നമ്മൾ ഒന്നാമത്തെ കാര്യം. അതിനുശേഷം നമുക്ക് പ്ലസ് 1 പഠിക്കാൻ വേണ്ടി ഒരു 1.5 മാസം സമയം ഇടുക. അതിനുശേഷമുള്ള 1.5 മാസം നമുക്ക് എന്ത് ചെയ്യുക, ഫുൾ റിവൈസ് ചെയ്യാനും എക്സാം സീരീസിന് വേണ്ടി വെക്കുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് നീറ്റ് എക്സാം എഴുതാൻ വേണ്ടി പോകാം. സോ അത്തരത്തിലൊരു ടൈം ലൈൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ അടുത്തൊരു സ്റ്റെപ്പിൽ ചെയ്യാനുള്ളത്. സോ നമ്മൾ പറയുന്നത് പോലെ പ്ലസ് 2 എക്സാമിന് മുന്നേ പ്ലസ് 2 മുഴുവൻ കവർ ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ പ്ലസ് 1 കവർ ചെയ്യുന്നു, അതിനുശേഷം റിവൈസ് ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നീറ്റ് എക്സാമിലേക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പോകുന്നു. സോ ദാറ്റ് വിൽ ബി അവർ ടൈം ലൈൻ. ആൻഡ് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് അറിയണ്ടേ? അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാം. ദാറ്റ് ഈസ് യുവർ സ്റ്റെപ്പ് നമ്പർ 5. സ്റ്റെപ്പ് നമ്പർ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ഈ ചെയ്ത ടൈം ലൈൻ നമ്മുടെ വലിയ പിക്ചർ, നമ്മളെ തന്നെ ഡോക്ടറായിട്ട് വെള്ളക്കോട്ടൊക്കെ ഇട്ട് സ്റ്റെലസ്കോപ്പൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ടുള്ള പിക്ചർ അല്ലേ, വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും നിങ്ങൾ ഓരോരുത്തരും വൈറ്റ് കോട്ട് ഇട്ട് കഴിഞ്ഞാൽ. സോ ആ ഒരു പിക്ചറിനെ വളരെ വളരെ ചെറിയ ചെറിയ പീസുകളാക്കി നമ്മുടെ പ്ലസ് 1 പ്ലസ് 2 ടോപ്പിക്കുകളിൽ റിവിഷൻ, എക്സാം സീരീസ് ആൻഡ് നീറ്റ് എക്സാം, അത് കഴിഞ്ഞിട്ടുള്ള മെഡിക്കൽ കോളേജ് ലൈഫ് എന്നുള്ള ചെറിയ ചെറിയ പീസുകളാക്കി അതിനൊരു ഓർഡറിൽ അറേഞ്ച് ചെയ്ത് അതിനൊരു ടൈം ലൈൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണ്ടത് ഇത് എക്സിക്യൂട്ട് ചെയ്യാനൊരു പ്ലാനാണ്. കാരണം കൃത്യമായിട്ട് പ്ലസ് 2 ടോപ്പിക്കുകൾ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഒരു ദിവസത്തിൽ ഒരു ചാപ്റ്റർ എന്നുള്ള നിലയിൽ നിങ്ങൾ പ്ലസ് 2 ടോപ്പിക്കുകൾ പഠിക്കേണ്ടതുണ്ട്. അതിനുശേഷം ഒരു ദിവസത്തിൽ ഒരു ചാപ്റ്റർ എന്നുള്ള നിലയിൽ നിങ്ങൾ പ്ലസ് 1 ടോപ്പിക്കുകൾ പഠിക്കേണ്ടതുണ്ട്. മൾട്ടിപ്പിളായിട്ട് റിവിഷൻ ചെയ്യേണ്ടതുണ്ട്, മൾട്ടിപ്പിളായിട്ട് എക്സാമുകൾ എഴുതേണ്ടതുണ്ട്. ഇതിനെല്ലാം ചേർത്തിട്ടുള്ള ഒരു വെരി ഗുഡ് പ്ലാൻ നിങ്ങൾക്ക് വേണം. ആൻഡ് ആ പ്ലാനാണ് നമ്മൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന സാധനം. ദാറ്റ് ഈസ് യുവർ ക്യാപ്സ്യൂൾ 2.0. ക്യാപ്സ്യൂൾ 2.0യിൽ നമ്മൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് കൃത്യമായ ഷെഡ്യൂൾ ഉണ്ടാവും, നിങ്ങളുടെ കൃത്യമായ ടൈം ടേബിൾ ഉണ്ടാവും. ആൻഡ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതേപോലെ നിങ്ങളുടെ ഡ്രീമിനെ ചെറിയ ചെറിയ പീസുകളാക്കി പ്ലസ് 2 അക്കാഡമിക്സ്, പ്ലസ് 1 അക്കാഡമിക്സ്, റിവിഷൻ, എക്സാം സീരീസ്, അതിനുശേഷമുള്ള നീറ്റ് എക്സാം വരെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളെ കൃത്യമായി മെൻറ്റർ ചെയ്ത് ഡയറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ക്യാപ്സ്യൂൾ 2.0 സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ ക്യാപ്സ്യൂൾ 2.0 വിൽ ബി യുവർ പ്ലാൻ. And let's finish നമ്മുടെ വർക്ക് by നമ്മുടെ task number 6. What is the task number 6 or step number 6? Let's go to that. നമ്മുടെ സ്റ്റെപ്പ് നമ്പർ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് വെരി ക്ലിയർ, വെരി വെരി ക്ലിയർ. നമ്മൾ ഈ പറഞ്ഞ ടൈം ലൈനിലുള്ള എല്ലാ കാര്യങ്ങളും വി ഹാവ് ടു ഫിനിഷ് ഇറ്റ് ഏർലി. ഫിനിഷ് ഏർലി എന്നുള്ളതാണ് നമ്മുടെ സ്റ്റെപ്പ് നമ്പർ 6. കാരണം നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരിക്കൽ കൂടി റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരിക്കൽ കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, മനസ്സിൽ നിർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ ഏർലി ഫിനിഷ് ചെയ്യുക. ഏർലി ഫിനിഷ് ചെയ്യണമെങ്കിൽ ഒരൊറ്റ ലോയേ ലോകത്തുള്ളൂ. അതെന്താണെന്നറിയോ? സ്റ്റാർട്ട് ഏർലി. നിങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങുക എന്നുള്ളതാണ്. ഇപ്പോൾ തുടങ്ങിയാൽ നിങ്ങൾക്ക് 6 മാസം 7 മാസം സമയമാണ് എക്സ്റ്റെൻഡ് ആയിട്ട് കിട്ടുക. അതിൽ നിങ്ങളുടെ ഓരോ സ്റ്റെപ്പിലും നിങ്ങളുടെ കൈ പിടിച്ച് നമ്മളുണ്ടാകും. ഇപ്പോൾ തുടങ്ങിയാൽ യു ക്യാൻ ഫിനിഷ് ഇറ്റ് ഏർലി. ആൻഡ് നിങ്ങൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ കിടക്കാൻ പറ്റും. സോ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു വലിയ ഡ്രീമുമായിട്ടാണ് ജീവിക്കുന്നത്. വളരെ വലിയ ഒരു ഡ്രീം നമ്മുടെ തലയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഈ ഡ്രീമിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടിയിട്ട് ഡ്രീമിനെ കുഞ്ഞു കുഞ്ഞു പാർട്ടാക്കി തിരിച്ച് അതിന് കൃത്യമായ ഒരു ലോജിക്കൽ ഓർഡറിൽ വെച്ച് ഒരു ടൈം ലൈൻ സെറ്റ് ചെയ്ത് വ്യക്തമായ ഒരു പ്ലാൻ, ഡോപ്പ ക്യാപ്സ്യൂൾ 2.0 പോലുള്ള അടിപൊളി ഒരു പ്ലാനിലൂടെ പോയി അത് നേരത്തെ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ സ്റ്റാർട്ട് ചെയ്താൽ ഡെഫിനറ്റ്ലി യു ക്യാൻ അച്ചീവ് ഗൈസ്. ആൻഡ് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ തരുന്നുണ്ടാവും. നമ്മുടെ ഈ കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ മുഴുവൻ കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആൻഡ് വി വിൽ മീറ്റ് യു വിത്ത് ഡോപ്പ ക്യാപ്സ്യൂൾ 2.0 ആൻഡ് ബൈ ബൈ, സീ യു അഗൈൻ.